ഇനി നമ്മൾ കാണാൻ വേണ്ടി പോകുന്നത് വൺ ഓഫ് മൈ ഫേവറേറ്റ് ഡയറക്ടേഴ്സായ അലഹന്ദ്രു അമിനാബറിന്റെ 2015 പുറത്തിറങ്ങിയ ഡാർക്ക് സൈക്കോളജിക്കൽ ത്രില്ലറായ റിഗ്രഷൻ ആണ്. തന്റെ അച്ഛൻ തന്നെ അബ്യൂസിന് ഇരയാക്കിയെന്ന് പറഞ്ഞ് ഒരു പെൺകുട്ടി കേസ് കൊടുക്കുന്നു. തുടർന്ന് അന്വേഷണം നടത്തിയ ഡിറ്റക്റ്റീവിനെ കേസ് എത്തിച്ചത് കേട്ടാൽ ആരും വിശ്വസിക്കാത്ത ഡിസ്റ്റർബിംഗ് ആയിട്ടുള്ള കാര്യങ്ങളായിരുന്നു. അപ്പൊ ഞാൻ കൂടുതൽ വലിച്ചു നീട്ടുന്നില്ല, നമുക്ക് കഥയിലേക്ക് പോകാം. വർഷം 1990. സിനിമയുടെ ഓപ്പണിംഗ് സീനിൽ ഒരു കഥാപാത്രമായ ജോണിനെയാണ് കാണിക്കുന്നത്. ആളൊരു ഓട്ടോ മെക്കാനിക് ആണ്. ഇപ്പൊ ജോൺ പോലീസ് സ്റ്റേഷനിൽ നിന്ന് അവനെ വിളിപ്പിച്ചത് കൊണ്ട് തന്നെ അവിടേക്ക് പോവുകയാണ്. ഇവനെ വിളിപ്പിച്ചത് എന്തിനാണെന്ന് വെച്ചാൽ ജോണിന്റെ മകളായ ആഞ്ചല ജോൺ തന്നെ അബ്യൂസ് ചെയ്തെന്ന് ആ നാട്ടിലെ ചർച്ചിലെ ഫാദറിനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഫാദർ എന്നിട്ട് നടന്ന കാര്യങ്ങളൊക്കെ ആഞ്ചലയെ കൊണ്ട് ഒരു പേപ്പറിൽ എഴുതി വാങ്ങിച്ചിട്ട് അവളുടെ സൈനും കൂടി അതിൽ ചേർത്ത് പോലീസിൽ പരാതി കൊടുത്തു. ഇപ്പൊ ആഞ്ചല ജോണിനെ പേടിച്ച് ചർച്ചിലാണ് താമസിക്കുന്നത്. സ്റ്റേഷനിൽ എത്തിയതിനു ശേഷം ഹീറോ ആയ ബ്രൂസ് സംഭവത്തെ പറ്റി ജോണിനോട് ചോദിക്കുന്നു. എന്നാൽ ജോൺ ആകട്ടെ ഒരു ഭാഗത്ത് താൻ അവളെ ഉപദ്രവിച്ചിട്ടുണ്ട് എന്നും ഒരു ഭാഗത്ത് താൻ അവളെ ഉപദ്രവിച്ചിട്ടില്ല എന്ന നിലയിലായിരിക്കും. കറക്റ്റ് എന്താണ് സംഭവിച്ചതെന്ന് അവന് തന്നെ ഓർമ്മയില്ല. സാർ, ഏഞ്ചൽ ഒരിക്കലും അവളുടെ അമ്മയെ പോലെ തന്നെ കള്ളം പറയില്ല, ആ കാര്യം എനിക്ക് ഉറപ്പാണ്. ബട്ട് ഇപ്പൊ എന്താ അറിയില്ല, അവളുടെ സ്വഭാവത്തിലും പെരുമാറ്റത്തിലും ഒക്കെ എന്തൊക്കെയോ മാറ്റങ്ങൾ വന്നതുപോലെ. എന്നോടിപ്പം പഴയതുപോലെ സ്നേഹത്തോടെ പെരുമാറുവോ കെട്ടിപ്പിടിക്കോ ഒന്നും ചെയ്യാറില്ല. ഇപ്പൊ ഞാൻ അവളെ അബ്യൂസ് ചെയ്തിട്ടുണ്ടെന്നും പറയുന്നു. ഇതെല്ലാം കേട്ട ബ്രൂസിനും അവന്റെ ചീഫിനും ഇവൻ ഇതെന്തൊക്കെ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നതെന്ന് മനസ്സിലാകുന്നില്ല. അവിടുന്ന് സീൻ കട്ടിട്ട് അടുത്ത ഷോട്ടിൽ ചീഫ് ബ്രൂസിനോട് ജോൺ ഏഞ്ചലയെ ഉപദ്രവിച്ചു എന്ന കാര്യം സമ്മതിച്ചിട്ടുണ്ട്. അറ്റ് ദി സെയിം ടൈം അവൻ അന്ന് സംഭവിച്ചതൊന്നും ഓർമ്മയില്ല. ഇതെന്ത് മാങ്ങാത്തൊലിയ, എനിക്കാണെങ്കിൽ ഒന്നും മനസ്സിലാകുന്നില്ല എന്ന് പറയുന്നു. അത് കേട്ട് ബ്രൂസ് ജോണിന്റെ മെന്റൽ സ്റ്റേറ്റ് എങ്ങനെയാണെന്ന് അറിയാൻ വേണ്ടി നമുക്കൊരു സൈക്കോളജിസ്റ്റിനെ ആവശ്യമുണ്ടെന്ന് പറയുന്നു. അവിടുന്ന് കട്ടായിട്ട് അടുത്ത സീൻ എന്ന് പറയുന്നത് ബ്രൂസും അവന്റെ കൂടെ വർക്ക് ചെയ്യുന്ന ജോർജും കൂടി ജോണിന്റെ വീട്ടിലേക്ക് പോകുന്നതാണ്. ഈ ജോർജ് ജോണിന്റെ ഫാമിലി ഫ്രണ്ടും കൂടിയാണ്. അതുകൊണ്ട് തന്നെ ജോർജിന് ജോണിന്റെ ഫാമിലി ആയിട്ട് നല്ല അടുപ്പാണ്. അപ്പൊ അവിടെ ജോണിന്റെ വീട്ടിൽ അവന്റെ അമ്മ റോസ് മാത്രമായിരിക്കും ഉണ്ടാവുക. പിന്നെ ചർച്ചിലെ ഫാദറും ബ്രൂസ് എത്തുന്നതിന് മുമ്പ് അവിടെ എത്തിയിട്ടുണ്ടാകും. റോസ് ആണെങ്കിൽ നല്ല വെള്ളത്തില, എപ്പോഴും കുടിച്ച് നടക്കലാണ് പുള്ളിക്കാരിയുടെ പണി. ഈ ജോണിന്റെ വൈഫ് എമിലി കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് സൂയിസൈഡ് ചെയ്ത് മരിച്ചതാണ്. ഈ ജോൺ മുമ്പ് നല്ല കുടിയും വലിയും ഒക്കെ ആയിരുന്നു. ഇപ്പൊ അതൊക്കെ വിട്ട് ദൈവവിശ്വാസിയെ ചർച്ചിലേക്കൊക്കെ പോകാൻ തുടങ്ങി. അതും ഇവന്റെ ഭാര്യ എമിലി മരിച്ചതിന് ശേഷം. റോസ് ആണെങ്കിൽ കാര്യങ്ങളൊക്കെ അറിഞ്ഞ് കരയുന്നുണ്ടാകും. ഈ റോസിനോടും ഫാദർ തന്നെയാണ് കഴിഞ്ഞ ദിവസം കാര്യങ്ങളൊക്കെ വിളിച്ചു പറഞ്ഞത്. റോസ് ബ്രൂസിനോട് ഞാൻ കഴിഞ്ഞ ദിവസം രാത്രി ജോണിനോട് ഇതേപറ്റി ചോദിച്ചിട്ടുണ്ടായിരുന്നു. എന്നോട് അവൻ ഞാനൊന്നും ചെയ്തിട്ടില്ല എന്നാണ് പറഞ്ഞത്. സാർ, എനിക്കൊന്ന് ഏഞ്ചലയോട് സംസാരിക്കണമെന്ന് പറയുന്നു. അപ്പൊ അവൾക്കാരോട് സംസാരിക്കേണ്ട എന്നാണ് പറഞ്ഞതെന്ന് പ്രീസ് അവരോട് പറയുന്നു. ശേഷം ബ്രൂസ് ആഞ്ചലയുടെ റൂമിലേക്ക് പോവുകയാണ്. അന്നേരം അവിടെ ജോണിന്റെ ഫാമിലി ഫോട്ടോ അവൻ അവിടെ കാണുന്നു. അതിലൊരു ചെറുക്കൻ കൂടി ഉണ്ടാകും. അപ്പോൾ അത് ജോണിന്റെ മൂത്ത മകനാണെന്ന് ബ്രൂസിന് മനസ്സിലാകും. അതേസമയം ജോർജ് അവിടെ വന്നിട്ട് ബ്രൂസ്, ഇത് ശരിയല്ല. ഒന്നാമത് നമ്മുടെ കയ്യിൽ വാറന്റ് ഒന്നും ഇല്ല, അതൊന്നും ഇല്ലാതെയാണ് നമ്മൾ ഇവിടെ വന്നത്. പക്ഷെ റോസ് നമുക്ക് ഇവിടെ കയറാൻ പെർമിഷൻ തന്നില്ലേ? നീ എന്താ ഉറക്കത്താണോ? അല്ല, ജോണിന്റെ മകൻ ഇപ്പൊ എവിടെയാ? അവന്റെ പേര് റോയി എന്നാണ്. 2 വർഷം മുമ്പ് അവൻ ഇവിടം വിട്ട് എവിടേക്കോ പോയി എന്ന് ജോർജ് പറയുന്നു. അല്ല, നീ അവരുടെ ഫാമിലി ഫ്രണ്ട് അല്ലേ, എന്നിട്ട് നിനക്കൊന്നും അറിയില്ലേ എന്ന് ബ്രൂസും. സംഭവം ബ്രൂസിന് ജോർജിനെ എന്തോ എവിടെയോ ഓരോരോ ഡൗട്ട് ഉണ്ട്. ശേഷം ബ്രൂസ് റോസിനോട് ഈ റോയി ആയിട്ട് കോണ്ടാക്ട് ഉണ്ടോ എന്ന് ചോദിക്കുന്നു. വല്ലപ്പോഴും വിളിച്ചാലായി, അധികം കോണ്ടാക്ട് ഒന്നും ഇല്ല എന്ന് റോസ് മറുപടി കൊടുക്കുന്നു. അല്ല, അവൻ ശരിക്കും ഈ വീട് വിട്ട് പോകാനുള്ള റീസൺ എന്താ? ജോണിനെ പേടിച്ചിട്ടാണോ എന്ന് ബ്രൂസ് ചോദിക്കുന്നു. ഞാൻ അതേക്കുറിച്ച് ജോണിനോട് ചോദിച്ചപ്പോ അവൻ എനിക്ക് കൃത്യമായ ഒരു മറുപടി തന്നില്ല എന്ന് റോസ് പറയുന്നു. ശേഷം തിരിച്ച് അവിടുന്ന് പോകുന്ന വഴി ജോർജ് ബ്രൂസിനോട് ജോൺ കുടിക്കുന്നത് കൊണ്ട് തന്നെ അതിന്റേതായ കുറെ പ്രശ്നങ്ങൾ അവരുടെ കുടുംബത്തിൽ ഉണ്ടായിട്ടുണ്ട്, എന്നാൽ അവൻ അവന്റെ മകളെ അബ്യൂസ് ചെയ്യുമെന്ന് എനിക്ക് വിശ്വസിക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടുണ്ട്. അവിടുന്ന് കട്ടായിട്ട് അടുത്ത ഷോട്ടിൽ അപ്പോഴേക്ക് ജോണിന്റെ മെന്റൽ ഹെൽത്ത് നോക്കാൻ വേണ്ടി നിയമിച്ച സൈക്കോളജിസ്റ്റ് കാനത്ത് സ്റ്റേഷനിൽ എത്തിച്ചേരും. ശേഷം കാനത്തിനോട് ചീഫ്, അല്ല ജോണിന് എന്താ നടന്ന കാര്യങ്ങളൊന്നും ഓർമ്മയില്ലാത്തതെന്ന് ചോദിക്കുന്നു. ജോൺ ഇപ്പൊ കുടിയൊക്കെ നിർത്തി മുമ്പത്തെ പോലെ പ്രശ്നമൊന്നും ആക്കാറില്ല എന്നല്ലേ പറഞ്ഞത്? ഈ ഒരു സംഭവം അയാളുടെ മൈൻഡിൽ ഒരു മെന്റൽ കോൺഫ്ലിക്ട് ഉണ്ടാക്കിയിട്ടുണ്ടാകാം. അതായത് മുമ്പ് നമ്മൾ ഓർമ്മിക്കാൻ ആഗ്രഹിക്കാത്ത കുറെ കാര്യങ്ങൾ, ആസ് ഇൻ ഗിൽറ്റി, ഷെയിം, അങ്ങനെയുള്ള മെമ്മറീസ് നമ്മൾ അറിയാതെ റിപ്രസ് ആക്കിയിട്ടുണ്ടാകും. ചുരുക്കി പറഞ്ഞാൽ ഇതൊരു ടൈപ്പ് ഡിഫൻസ് മെക്കാനിസം ആണ്. നമ്മുടെ ഡിസ്റ്റർബ്ഡ് മെമ്മറീസിനെയൊക്കെ കോൺഷ്യസ് അവയർനെസ്സിൽ നിന്ന് നമ്മുടെ ബ്രെയിൻ തന്നെ നമ്മളെ പ്രൊട്ടക്ട് ചെയ്യുന്ന ഒരു അവസ്ഥ. ഇതാണ് ജോണിന് സംഭവിച്ചതെന്ന് കാനത്ത് പറയുന്നു. സോ ജോണിനെ ആ റിപ്രസ്ഡ് ആയിട്ടുള്ള മെമ്മറീസ് തിരിച്ചു കൊണ്ടുവരാനായിട്ട് ഹിപ്നോട്ടിക് ബേസ്ഡ് ആയിട്ടുള്ള ഒരു റിഗ്രഷൻ തെറാപ്പി ചെയ്യാൻ വേണ്ടി ഡോക്ടർ തീരുമാനിക്കുന്നു. അവിടുന്ന് കട്ടായിട്ട് അങ്ങനെ ജോണിനെ ഹിപ്നോട്ടൈസ് ചെയ്യുന്ന സമയത്ത് ബ്രൂസ് ഏഞ്ചല എഴുതിയ ആ കംപ്ലൈന്റ് ലെറ്റർ വായിക്കുന്നുണ്ടാകും. എന്തൊക്കെയാണോ അന്ന് സംഭവിച്ചത് അതൊക്കെ. ആ സമയത്ത് കാനത്ത് റിലാക്സ് ആയിട്ട് അവിടെയുള്ള ആ പെൻഡുലം ഫോക്കസ് ചെയ്യുമെന്ന് ജോണിനോട് പറയുന്നു. അത് നോക്കുന്ന സമയത്ത് ജോൺ, എനിക്കൊരു റൂം കാണാൻ പറ്റുന്നുണ്ട്, അത് ഏഞ്ചലയുടെ റൂമാണ്, അവളുടെ കൂടെ വേറെ ഒരാളും കൂടിയുണ്ട്, എന്തോ റിച്വൽസ് ഒക്കെ പോലെ അയാൾ ഒരു കറുത്ത കയർ കൊണ്ട് അവളെ കെട്ടിയിട്ടുണ്ട്, ഞാനാണെങ്കിൽ ക്യാമറ ഉപയോഗിച്ച് അതിന്റെ എല്ലാ ഫോട്ടോസും എടുക്കുന്നുണ്ടെന്ന് പറയുന്നു. അത് കേട്ട് അതാരാണെന്ന് ഓർത്തെടുക്കാൻ ഇവർ രണ്ടുപേരും ജോണിനോട് പറയുന്നു. അപ്പോൾ ജോൺ അത് ജോർജ് ആണെന്ന് പറയുകയാണ്. ബ്രൂസിന് ജോർജിന് ഈ ഒരു കാര്യത്തിൽ ആദ്യമേ സംശയം ഉണ്ടായിരുന്നല്ലോ. ദെൻ ഒരു നിമിഷം പോലും പാഴാക്കാതെ ജോർജിന്റെ അടുത്ത് പോയി ആഞ്ചലി അബ്യൂസ് ചെയ്തതിൽ നീയും ഉണ്ടെന്ന് ജോൺ പറഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് അവനെ അറസ്റ്റ് ചെയ്യും. ബ്രൂസ്, നീ ഇതെന്താ ഈ പറയുന്നേ എന്ന് പറഞ്ഞ് ജോർജും. പക്ഷെ ബ്രൂസ് അതൊന്നും മൈൻഡ് ചെയ്യില്ല.
അവിടുന്ന് കട്ടായിട്ട് അടുത്ത ഷോട്ടിൽ ബ്രൂസും കാനത്തും ഏഞ്ചലയെ കാണാൻ വേണ്ടിട്ട് ചർച്ചിലേക്ക് പോകുന്നു. എന്നിട്ട് അവളോട് ജോൺ അന്ന് നിങ്ങളുടെ വീട്ടിൽ വെച്ച് എന്ത് റിച്വൽസ് ആണ് നടത്തിയത്? അല്ല, നിനക്കിപ്പോ അത് പറയാൻ മടിയാണെങ്കിൽ ദാ ഇതിൽ എഴുതി വെച്ചാൽ മതി എന്ന് പറഞ്ഞ് അവൾക്കൊരു ബുക്ക് കൊടുക്കും. അപ്പോൾ ഏഞ്ചല എന്തൊക്കെയോ പേടിക്കുന്നുണ്ട്. എന്നാലും അവൾ അവരോട് എനിക്കത് തനിച്ച് മാത്രമേ എഴുതാൻ പറ്റുള്ളൂ, സോ നിങ്ങളൊന്ന് പുറത്തേക്ക് മാറി നിൽക്കെന്ന് പറയും. അത് പ്രകാരം അവർ അവിടുന്ന് മാറി നിൽക്കുന്നു. ആ സമയത്ത് ഫാദർ അവരോട് 2 ദിവസം മുമ്പ് ഏഞ്ചല സെമിനാർ ഹാളിൽ വന്ന സമയത്ത് അവൾക്ക് വല്ലാത്തൊരു സങ്കടമുണ്ടായിരുന്നു. സഡൻലി അവൾ കരയാനും തുടങ്ങി. ഞാൻ കാര്യം എന്താണെന്ന് ചോദിച്ച സമയത്തായിരുന്നു അവൾ ജോണിന്റെ കാര്യങ്ങളെല്ലാം എന്നോട് പറഞ്ഞതെന്ന് പറയുന്നു. ആ സമയം കൊണ്ട് ഏഞ്ചല നടന്ന കാര്യങ്ങളൊക്കെ അവർ കൊടുത്ത ബുക്കിൽ എഴുതി വെച്ച് ബ്രൂസിന് അത് കൊടുക്കും. ആ എഴുതിയതിന്റെ കൂടെ തന്നെ അവളൊരു അപ്സൈഡ് ഡൗൺ ക്രോസിന്റെ സിമ്പിൾ കൂടി വരച്ചിട്ടുണ്ടാകും. അതായത് ഈ സാത്താനൊക്കെ റെപ്രസെന്റ് ചെയ്യുന്ന ആ ക്രോസ്. അവരത് വായിക്കുമ്പോഴാണ് ഒരു കാര്യം അറിയുന്നത്. ഷോക്കിംഗ്ലി ഒരു സാത്താനിക് സെറിമണിയാണ് അവിടെ അന്ന് നടന്നത്. സാത്താനെ വേർഷിപ്പ് ചെയ്യൽ, അതാണ് ഏഞ്ചലയെ വെച്ച് ജോണൊക്കെ ചെയ്തുകൊണ്ടിരുന്നത്. അവൾ ചെയ്ത ആ റിച്വലിന്റെ ഒരു വിക്ടിം മാത്രമായിരുന്നു അവൾ. കൂടാതെ മൂർച്ചയുള്ള കത്തി കൊണ്ട് അവളുടെ വയറിൽ ഇവർ ഈ റിച്വലിന്റെ ഭാഗമായിട്ട് നേരത്തെ പറഞ്ഞ അപ്സൈഡ് ഡൗൺ സിമ്പിൾ വരച്ചിട്ടുണ്ടെന്നും ഏഞ്ചല ആ പേപ്പറിൽ എഴുതിയിട്ടുണ്ടാകും. ശേഷം അന്ന് ജോണിന്റെ കൂടെ ആരായിരുന്നു ഉണ്ടായിരുന്നത് എന്ന് പറയാമോ എന്ന് അവർ കുറച്ച് ഫോട്ടോസ് കാണിച്ച് അവളോട് ചോദിക്കുന്നുണ്ട്. ഏഞ്ചലക്കാണെങ്കിൽ നല്ല പേടിയുണ്ടെങ്കിൽ പോലും അവിടെ കണ്ട ജോർജിന്റെ ഫോട്ടോ കാണിച്ചിട്ട് ഇയാളും ഉണ്ടെന്ന് പറയും. അവിടുന്ന് കട്ടായിട്ട് ശേഷം ചർച്ചിലെ ഫാദർ ഏഞ്ചല നേരത്തെ ബ്രൂസിന് എഴുതി കൊടുത്ത ആ പേപ്പറിന്റെ കോപ്പി എടുത്തുകൊണ്ട് ജോണിന്റെ അടുത്ത് പോകുന്നു. എന്നിട്ട് അത് കാണിച്ചുകൊണ്ട് നോക്ക്, ഇതിൽ അവൾ എല്ലാം എഴുതിയിട്ടുണ്ട്. എനിക്കിപ്പോഴാണ് നീ എന്തിനാ ശരിക്കും നിന്റെ ഭാര്യ മരിച്ചതിന് ശേഷം കുടിയെല്ലാം നിർത്തി നീ ചർച്ചിലേക്ക് പ്രാർത്ഥിക്കാൻ വേണ്ടി വന്നതെന്ന് മനസ്സിലായി. സത്യം പറഞ്ഞാൽ നീ ഞങ്ങളുടെ ചർച്ചിനെ ഇൻസൾട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അവിടെ വന്നതെന്ന് പറയുന്നു. ന്യൂസിലാണെങ്കിൽ സാത്താനിക് റിച്വൽസിനെ കുറിച്ചും ജോർജും അതിന്റെ ഭാഗമാണെന്നുള്ളതൊക്കെ പറയുന്നുണ്ടാകും. അത് കേട്ട് എല്ലാവരും ഒന്നടങ്കം ഞെട്ടു. ശേഷം അന്ന് രാത്രി ബ്രൂസിന് ന്യൂസ് നോക്ക് എന്ന് പറഞ്ഞ് അവന്റെ ചീഫിന്റെ കോൾ വരും. അതിൽ എസ് കൂപ്പർ എന്ന് പറയുന്ന പെൺകുട്ടി, ആ പെൺകുട്ടിയുടെ ഫുൾ നെയിം ഒന്നും പറയുന്നില്ല. അപ്പൊ ആ പെൺകുട്ടി ഈ സാത്താനിക് കൾട്ടിനെ പറ്റിയൊക്കെ പറയുന്നതായിരിക്കും കാണിക്കുക. അത് മുമ്പ് എപ്പോഴോ കൊടുത്ത ഇന്റർവ്യൂ ആയിരിക്കും. അതിൽ ആ പെൺകുട്ടി നമ്മൾക്കിടയിലും ഇങ്ങനെയൊക്കെ റിച്വൽസ് നടക്കുന്നുണ്ട്, സാത്താനെ ആരാധിക്കുന്നതിന്റെ ഭാഗമായിട്ട് അതിലെ കൾട്ടിൽപ്പെട്ടവർ വളരെ ക്രൂരമായി ഓരോ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ സാത്താൻ നമ്മളെ രക്ഷിക്കും, നമുക്ക് വേണ്ടത്ര പവർ തരുമെന്നാണ് ഈ കൾട്ടിലുള്ളവർ വിശ്വസിക്കുന്നതെന്ന് പറയുന്നു. ഈ പെൺകുട്ടി മേഞ്ചലയെ പോലെ ഇവരുടെ ഈ റിച്വൽസിന്റെ ഭാഗമായിട്ടുള്ള അബ്യൂസിന് ഇരയായ പെൺകുട്ടിയാണ്. ഇതിനെ ബേസ് ചെയ്ത് ഈ പെൺകുട്ടി തന്നെ ഇൻ സാത്താൻസ് നെയിം എന്ന പേരിൽ ഇവരുടെ ഈ കൾട്ടിനെ പറ്റിയുള്ള ബുക്കും എഴുതി പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അതെല്ലാം കേട്ട ബ്രൂസിന് ഏഞ്ചല പറഞ്ഞ കാര്യങ്ങളൊക്കെ ശരിയാണെന്ന് മനസ്സിലാകുന്നു. ഒരു ഭാഗത്ത് ജയിലിൽ കിടക്കുന്ന ജോൺ അലറി വിളിച്ച് കരയുന്നുണ്ടാകും. കാരണം എന്താണെന്ന് ആർക്കും അറിയില്ല. അവിടുന്ന് കട്ടായിട്ട് പിറ്റേ ദിവസം ബ്രൂസും ചീഫ് സംസാരിക്കുന്ന സമയത്ത് ചാർലി എന്ന് പറയുന്ന പോലീസ് വന്നിട്ട് ജോണിന്റെ മകൻ റോയ് ഇപ്പൊ പിറ്റ്സ്ബർഗിലാണ് താമസിക്കുന്നതെന്ന് പറയുന്നു. അങ്ങനെ ഒട്ടും താമസിക്കാത്ത ബ്രൂസും കാനത്തും റോയ് താമസിക്കുന്ന പിറ്റ്സ്ബർഗിലേക്ക് പോകുന്നു. എന്നിട്ട് ബ്രൂസ് റോയിയോട് അവന്റെ അമ്മ എമിലിയെ കുറിച്ച് ചോദിക്കുകയാണ്. അമ്മ സൂയിസൈഡ് ചെയ്തിട്ടാണ് മരിച്ചത്. അച്ഛന്റെ ഈ കുടി കാരണം അമ്മ വല്ലാതെ ബുദ്ധിമുട്ടിയിട്ടുണ്ട്. അങ്ങനെയാണ് അമ്മ സൂയിസൈഡ് ചെയ്തതെന്ന് റോയ് പറയുന്നു. ശേഷം അവർ ആ റിച്വൽസിനെ പറ്റി റോയിയോട് ചോദിക്കും. ഏഞ്ചൽ അവളുടെ ലെറ്ററിൽ ഹുഡി ധരിച്ച കുറച്ചു പേർ അവളുടെ വീട്ടിൽ വന്നതൊക്കെ എഴുതിയിട്ടുണ്ടായിരുന്നു. അതൊക്കെ ആരാണ്, അവരെന്താ അവിടെ ചെയ്യുന്നതെന്നൊക്കെ റോയിയോട് ചോദിക്കുന്നു. ബട്ട് അവന് കറക്റ്റ് ഓർമ്മയില്ലാത്തത് കൊണ്ട് തന്നെ ജോണിനെ ചെയ്തതുപോലെ തന്നെ കാനത്ത് റോയിയെയും ഹിപ്നോട്ടിസ് ചെയ്യാൻ നോക്കുകയാണ്. അപ്പൊ റോയ് ജോൺ എന്ന് പറഞ്ഞതുപോലെ തന്നെ ഞാൻ എന്റെ വീട്ടിൽ എന്റെ റൂം കാണുന്നുണ്ട്, കൂടാതെ ഹുഡി ധരിച്ച 6 പേർ എന്റെ റൂമിനകത്ത് വരുന്നുണ്ട്, അവർ ആരാണെന്ന് എനിക്കറിയില്ല, അവരെ കാണുമ്പോൾ മന്ത്രവാദിയെ പോലെ തന്നെ ഉണ്ടെന്ന് റോയ് പേടിച്ചുകൊണ്ട് പറയുന്നു. അത് കേട്ട കാനത്ത് അവരെന്താ ചെയ്തുകൊണ്ടിരിക്കുന്നതെന്ന് ചോദിക്കുന്നുണ്ട്. എനിക്കറിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് റോയ് പെട്ടെന്ന് കോൺഷ്യസിലേക്ക് വരും. തിരിച്ച് നാട്ടിലേക്ക് പോകും വഴി ബ്രൂസ് ഞാൻ ജോണിന്റെ വീട്ടിൽ പോയ സമയത്ത് അവരുടെ റൂമൊക്കെ ഒന്ന് നോക്കിയിട്ടുണ്ടായിരുന്നു. അത് ശരിക്കും ചെറിയൊരു റൂമായിരുന്നു. പിന്നെ എങ്ങനെ ഒരു സമയത്ത് 6 പേർക്ക് അതിലേക്ക് കയറാൻ പറ്റും? എനിക്ക് തോന്നുന്നത് റോസിനും ഇതിൽ പങ്കുണ്ടെന്നാ. അവിടുന്ന് കട്ട് ചെയ്തിട്ട് അടുത്ത ഷോട്ടിൽ ബ്രൂസ് പറഞ്ഞത് പ്രകാരം പോലീസ് ജോണിന്റെ വീട് മുഴുവനും അവർ ചെയ്തു കൂട്ടിയ ക്രൂരകൃത്യങ്ങളെ വരച്ചു കാട്ടുന്ന എന്തെങ്കിലും തെളിവുകൾ കിട്ടുമോ എന്നറിയാൻ അരിച്ചു പെറുക്കുന്നു. ഇതൊക്കെ കണ്ട് റോസിന് എന്താ നടക്കുന്നതെന്ന് ഒരു എത്തും പിടിയും കിട്ടില്ല. ആ സമയത്ത് അവിടെ വന്ന ബ്രൂസിനോട് നിങ്ങളൊക്കെ ഇതെന്തായി കാണിക്കുന്നേ? കഴിഞ്ഞ ദിവസമല്ലേ നിങ്ങൾ ഇവിടെ വന്ന് മുഴുവനും മരിച്ചു പെറുക്കിയത്, പിന്നെന്തിനാ ഇവിടെ വീണ്ടും സെർച്ച് ചെയ്യുന്നേ എന്ന് റോസ് ചോദിക്കുന്നു. അത് റോയ് ഞങ്ങളോട് നിങ്ങൾ റിച്വൽസിന്റെ സമയത്ത് എടുത്ത ഫോട്ടോസിനെ പറ്റി പറഞ്ഞിട്ടുണ്ടായിരുന്നു, അത് നിങ്ങളുടെ കയ്യിലുണ്ടെന്നാ അവൻ ഞങ്ങളോട് പറഞ്ഞത്. അതെവിടെ? അത് കേട്ട ഉടനെ റോസ് അവന്റെ മുഖത്ത് അടിച്ചുകൊണ്ട് നീ കള്ളം പറയുകയാണ്, റോയ് അങ്ങനെ പറയാൻ ചാൻസ് ഇല്ല എന്ന് പറയുകയാണ്. അവിടുന്ന് കട്ട് ചെയ്ത് അടുത്ത സീനിൽ ചീഫ് വന്നിട്ട് ബ്രൂസിന് FBI റിപ്പോർട്ട് കൊടുത്തുകൊണ്ട് എസ് കൂപ്പർ എന്ന പെൺകുട്ടി അവരുടെ ഈ റിച്വൽസിനെ പറ്റി ഒരു ബുക്ക് എഴുതി പബ്ലിഷ് ചെയ്തിട്ടുണ്ടായിരുന്നെന്ന് പറഞ്ഞില്ലേ. അപ്പൊ ആ ബുക്ക് ഇറങ്ങിയതിനു ശേഷം FBI 7 വർഷത്തോളം ഇങ്ങനെ ഒരു സത്താനിക് കൾട്ട് നടക്കുന്നുണ്ടോ നമ്മുടെ നാട്ടിൽ എന്നൊക്കെ അന്വേഷിച്ചിട്ടുണ്ടായിരുന്നു. എന്നാൽ അവർക്ക് ഒരു തുമ്പും കണ്ടുപിടിക്കാൻ പറ്റില്ല എന്ന് പറയുകയാണ്. ശേഷം ആഞ്ചലയുടെ വയറിൽ ആ റിച്വൽസിന്റെ ഭാഗമായിട്ട് ജോണൊക്കെ ഒരു അപ്സൈഡ് ഡൗൺ സിമ്പിൾ വരച്ചിട്ടുണ്ടായിരുന്നില്ലേ, അത് കാണിച്ചു കൊടുക്കാൻ അവൾ തയ്യാറാകുന്നില്ല എന്ന് പറഞ്ഞ് ഹോസ്പിറ്റലിൽ നിന്ന് ബ്രൂസിന് ഒരു കോൾ വരുന്നു. അതോടെ ബ്രൂസ് ഹോസ്പിറ്റലിലേക്ക് പോവുകയാണ്. അവിടുത്തെ ബ്രൂസ് ആഞ്ചലയോട് ഡോക്ടേഴ്സിന് ആ മാർക്ക് കണ്ട് അത് എത്ര ആഴത്തിലുള്ള മാർക്കാണെന്ന്
ഒന്ന് നോക്കാൻ വേണ്ടിയിട്ടാണ് നിന്നോട് നിന്റെ വയറിലുള്ള ആ മാർക്ക് കാണിക്കാൻ പറഞ്ഞത്. ഓക്കെ, അവരെ നീ ഇനി കാണിക്കാൻ കംഫർട്ടബിൾ അല്ലെങ്കിൽ ഞാനൊരു ലേഡി ഡോക്ടറെ വിളിക്കാം. അയ്യോ, അതുകൊണ്ടല്ല, ഞാൻ ഈ മാർക്ക് നിങ്ങൾക്ക് കാണിച്ചു തന്നാൽ ആ കൾട്ടിൽപ്പെട്ടവർ നിങ്ങളെയും കൊല്ലും. സാത്താൻ അവരുടെ കൂടെ തന്നെയുണ്ട്, അവർ എന്തായാലും നിങ്ങളെ കൊല്ലുമെന്ന് പേടിച്ചുകൊണ്ട് ആഞ്ചല പറയുകയാണ്. നോക്ക് ആഞ്ചല, ഈ സാത്താനൊന്നും ഈ ലോകത്ത് തന്നെയില്ല. ഈ ലോകത്ത് നല്ല ആളുകളുമുണ്ട്, അതുപോലെ ചീത്ത ആളുകളുമുണ്ട്. ചീത്ത ആളുകളാണ് ശരിക്കും സാത്താൻ എന്ന് പറഞ്ഞ് അവൻ അവളെ ആശ്വസിപ്പിക്കുന്നുണ്ട്. അങ്ങനെ അവൻ അത്രയും പറഞ്ഞത് കൊണ്ട് തന്നെ ആഞ്ചല ആ മാർക്ക് അവന് കാണിച്ചു കൊടുക്കുന്നു. എന്നിട്ട് നോക്കിക്കോ, ആ കൾട്ടിൽപ്പെട്ടവർ നിങ്ങളെയും കൊല്ലുമെന്ന് അവൾ വീണ്ടും പറയുകയാണ്. അവിടുന്ന് കേട്ടായിട്ട് അടുത്ത സീനിൽ ബ്രൂസും കുറച്ച് പോലീസുകാരും ചേർന്ന് വീണ്ടും ജോണിന്റെ വീട്ടിൽ കയറി അന്വേഷണം തുടങ്ങും. സംഭവം എന്താണെന്ന് വെച്ചാൽ ആഞ്ചല ഹോസ്പിറ്റലിൽ നിന്ന് ബ്രൂസിനോട് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് അവൾ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ, ഒരു ദിവസം രാത്രി കാറിന്റെ ഹെഡ്ലൈറ്റ് കൊണ്ടാണ് എന്റെ ഉറക്കം ഞെട്ടിയത്. കൂടാതെ ആ വണ്ടിയിൽ നിന്ന് ഹുഡി ധരിച്ച കുറച്ച് പേര് ഇറങ്ങുന്നത് ഞാൻ കണ്ടു. അവർ നേരെ എന്റെ അച്ഛന്റെ വർക്ക്ഷോപ്പിലാണ് പോയത്. പെട്ടെന്ന് എന്റെ ഡോറിന് ആരോ മുട്ടുന്ന ശബ്ദം കേട്ട് ഞാൻ തുറന്നു നോക്കിയപ്പോൾ അതിന്റെ ഗ്രാൻഡ്മ റോസ് ആയിരുന്നു. അതും നേരത്തെ കണ്ട അവരെ പോലെ ഹുഡിയൊക്കെ ധരിച്ച്. എന്നിട്ട് ഗ്രാൻഡ്മ എന്നെയും കൂട്ടി ആ വർക്ക്ഷോപ്പിലേക്ക് കൊണ്ടുപോയി എന്നായിരിക്കും അവൾ പറഞ്ഞത്. അത് കേട്ട ബ്രൂസിന് ആഞ്ചല പറഞ്ഞ ഓരോ കാര്യങ്ങളും അതുപോലെ ഫീൽ ആകും. അത്രക്കും കേട്ടാൽ അറക്കുന്നതും വെറുപ്പ് തോന്നുന്നതുമായ റിച്വൽസ് ആയിരുന്നു ആഞ്ചലയുടെ വീട്ടിൽ നിന്ന് അന്ന് നടന്നത്. ചില ആൾക്കാരെ വല്ലാതെ ആ കൾട്ടിൽപ്പെട്ടവർ ടോർച്ചർ ചെയ്തു. എന്തിനു പോട്ടെ, കുഞ്ഞുങ്ങളെ പോലും അവർ അവരുടെ പൈശാചികതയിൽ നിന്ന് വെറുതെ വിട്ടിട്ടില്ല. അന്ന് റിച്വൽ നടന്ന ആ സമയത്ത് അവിടെ വേറൊരു സ്ത്രീയും കൂടി ഉണ്ടായിരുന്നു. ആ സ്ത്രീ ഏഞ്ചലയോട് നീ ഇപ്പം കാണുന്നത് വെറും ഒരു സ്വപ്നമാണെന്നാണ് പറഞ്ഞത്. കൂടാതെ അവർ ഇങ്ങനെ ബലി കൊടുത്ത ഓരോ ആൾക്കാരെയും ഈ ജോണിന്റെ പറമ്പിലാണ് കുഴിച്ചു മൂടിയിട്ടുള്ളത്. സോ ഇപ്പം ബ്രൂസും ടീമും അവിടെ പോയത് തന്നെ ഈ മരിച്ചവരുടെ ബോഡി അന്വേഷിക്കാൻ വേണ്ടിയിട്ടാണ്. ആ സമയത്ത് ബ്രൂസിനോട് അവന്റെ കൂടെ വർക്ക് ചെയ്യുന്ന ഫെറൽ, ഈ സ്ഥലം പൊതുവെ വലുതായത് കൊണ്ട് തന്നെ നമ്മളിത് മുഴുവൻ കുഴിച്ച് തീരുമ്പോഴേക്കും ഏതാണ്ട് 3 മാസത്തോളം എടുക്കുമെന്ന് പറയുന്നു. അവിടുന്ന് കേട്ടായിട്ട് അടുത്ത സീനിൽ ശേഷം ബ്രൂസിനെ കാണാൻ സ്റ്റേഷനിൽ വരുന്ന ആഞ്ചലി ആയിരിക്കും കാണിക്കുക. ഞാനിന്ന് ബുക്ക് സ്റ്റോറിൽ പോയിട്ട് അവിടുന്ന് ഇറങ്ങുന്ന സമയത്ത് ആരോ എന്നെ ഫോളോ ചെയ്യുന്നത് പോലെ എനിക്ക് തോന്നി. ആരാണെന്നറിയില്ല. പണ്ട് എന്റെ അമ്മയും ഇതുപോലെ ആരോ ഫോളോ ചെയ്യുന്നുണ്ടെന്ന് എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആഞ്ചല പറഞ്ഞത് കേട്ടതിന് ശേഷം എനിക്ക് നിന്റെ സ്റ്റേറ്റ്മെന്റ് വേണമെന്ന് ബ്രൂസ് പറയുന്നു. ശേഷം പേടിയായതുകൊണ്ട് തന്നെ ആഞ്ചലയെ ചർച്ചിലേക്ക് ബ്രൂസ് ആയിരിക്കും കൊണ്ടുവിടുക. ഇന്നല്ലെങ്കിൽ നാളെ ആ കൾട്ടിൽപ്പെട്ടവർ തന്നെ എന്തെങ്കിലും ചെയ്യുമോ എന്നുള്ള പേടിയൊക്കെ അവളുടെ മൈൻഡിൽ അപ്പോഴും ഉണ്ടാകും. അങ്ങനെ തിരിച്ചു വരുന്ന വഴി ബ്രൂസ് ഏഞ്ചല സ്റ്റേഷനിൽ വന്നിട്ട് പറഞ്ഞ ബാക്കി കാര്യങ്ങൾ റെക്കോർഡ് ചെയ്തത് കേൾക്കും. അതായത് ഈ കൾട്ടിൽപ്പെട്ടവർ നമ്മൾ എവിടെയെങ്കിലും പോയി കഴിഞ്ഞാൽ വല്ലാത്ത രീതിയിൽ നമ്മൾ നോക്കി പേടിപ്പിക്കും. രാത്രിക്ക് കോൾ ചെയ്ത് ഒന്നും മിണ്ടാതെ ആ കോൾ കട്ട് ചെയ്ത് കളയും. ഇതൊക്കെ ആ കൾട്ടിലേക്ക് നമ്മളെയും ഇൻവൈറ്റ് ആക്കുകയാണെന്നുള്ള രീതിയിലാണ് അവർ ഈ ചെയ്യുന്നത്. അത് കേട്ടോണ്ടിരിക്കുന്ന എക്സാക്ട് ടൈം അവിടെയുള്ളവരും ബ്രൂസിനെ സ്റ്റെയർ ചെയ്യുന്നത് പോലെ അവന് തോന്നും. അങ്ങനെ അന്ന് രാത്രി അവൻ എസ്കൂബർ എഴുതിയ ആ ബുക്ക് വായിക്കുന്ന സമയത്ത് പെട്ടെന്ന് കറണ്ട് പോകും. ആ സമയം പെട്ടെന്ന് ഹുഡി ധരിച്ച കുറച്ചു പേര് വന്ന് ബ്രൂസിന്റെ വായ മൂടി എന്തോ ഇഞ്ചക്ഷൻ കുത്തിവെക്കും. അവരുടെ കൂട്ടത്തിൽ ആ സ്ത്രീയും ഉണ്ടാകും. അതായത് ഏഞ്ചല നേരത്തെ പറഞ്ഞ ആ സ്ത്രീ. ഈ സ്ത്രീ ഒന്ന് നോട്ട് ചെയ്തു. ആ സ്ത്രീ മുമ്പ് ഏഞ്ചലയോട് പറഞ്ഞതുപോലെ തന്നെ ഇതൊരു ഡ്രീം ആണെന്ന് അവനോടും പറയുകയാണ്. ബ്രൂസ് സഹായത്തിന് വേണ്ടി ആരെങ്കിലും വിളിക്കുക ഫോൺ എടുക്കാൻ നോക്കുമ്പോൾ പെട്ടെന്ന് അവർ ആ ഫോൺ പിടിച്ചു മാറ്റുകയാണ്. അന്നേരം വേറൊരു സ്ത്രീ അവന്റെ ദേഹത്ത് കയറി എന്തൊക്കെ ഇറോട്ടിക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടാകും. ബ്രൂസ് നോക്കുമ്പോൾ അത് വേറെ ആരും ആയിരിക്കില്ല, റോസ് ആയിരിക്കും. പെട്ടെന്ന് അവൻ കട്ടിലിൽ നിന്ന് വീഴും. അപ്പൊ തന്നെ കറണ്ടും വരും. അവൻ നോക്കുമ്പോൾ റൂമിൽ ആരും ഉണ്ടാകില്ല. ഇപ്പൊ എന്താ സംഭവിക്കുന്നത്? താൻ സ്വപ്നം കണ്ടതാണോ അതോ റിയാലിറ്റി ആണോ എന്നൊന്നും ബ്രൂസിന് ഒരെത്തും പിടിയും കിട്ടുന്നുണ്ടാവില്ല. അങ്ങനെ അവിടുന്ന് കട്ടായിട്ട് പിറ്റേ ദിവസം റോസ് ഏഞ്ചലയെ കാണാൻ വേണ്ടിയിട്ട് ചർച്ചിലേക്ക് പോകുന്നു. കൂടെ കാനത്തും ബ്രൂസും ഉണ്ടാകും. നീ എന്തുകൊണ്ടാ ഈ കാര്യങ്ങളൊന്നും ആദ്യം എന്നോട് പറയാതെ നേരെ പോയി ഫാദറിനോട് പറഞ്ഞത്? അത് അന്നാ റിച്വൽ നടന്നതിന്റെ പിറ്റേ ദിവസം നിങ്ങളൊന്നും ആ വീട്ടിൽ സംഭവിക്കാത്തത് പോലെയാണ് എന്നോട് പെരുമാറിയത്. ഞാൻ ആദ്യം കരുതിയത് എനിക്ക് വട്ടായതാണെന്നാ, എനിക്കെന്തോ പ്രശ്നമുണ്ടെന്നാ ഞാൻ ആദ്യം വിചാരിച്ചത്. പക്ഷെ പിന്നീട് എനിക്ക് മനസ്സിലായി എല്ലാം അറിഞ്ഞിട്ട് നിങ്ങൾ അറിയാത്ത ഭാവം നടിക്കുകയാണെന്ന് ആഞ്ചല പറയുന്നു. അത് കേട്ട് കലി വന്ന റോസ് എട്ട് ഉരുമ്പട്ടവളെ നീ കള്ളം പറയുകയാണ്. എന്റെ കൊച്ചുമകൻ റോയ്ക്കറിയാം ഞാൻ ഇതുപോലുള്ള കാര്യങ്ങൾക്കൊന്നും നിൽക്കില്ല എന്ന്. ഞാൻ ആരെയും കൊന്നിട്ടില്ല എന്ന് പറഞ്ഞ് ബഹളം വെച്ച് അവർ അവിടുന്ന് പോകുന്നു. അവിടുന്ന് കേട്ടായിട്ട് അങ്ങനെ അന്ന് രാത്രി ബ്രൂസിന് ഒരു കോൾ വരികയാണ്. എന്നാൽ കോൾ എടുത്ത സമയത്ത് ഓപ്പോസിറ്റ് ഉള്ള ആൾ ഒന്നും സംസാരിക്കാതെ കോൾ കട്ട് ചെയ്യുന്നു. ആഞ്ചല കഴിഞ്ഞ ദിവസം ബ്രൂസിനോട് ആ സാത്താനി കൾട്ടിലുള്ളവർ ആ കൾട്ടിലേക്കുള്ള ഇൻവിറ്റേഷൻ എന്നോണം നമ്മൾ ഇതുപോലെയുള്ള കോൾ ചെയ്യുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അപ്പൊ അതുപോലെ തന്നെയാണ് ഇപ്പൊ ബ്രൂസിന് സംഭവിക്കുന്നത്. ഇവനൊരു ഐഡിയയും കിട്ടില്ല. ഇവിടെ ന്യൂസ് മുഴുവനും ആ കൾട്ടിനെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ നിറഞ്ഞു നിൽക്കുന്നുണ്ടാകും. ആ സമയത്ത് റോസ് അവരുടെ പൂച്ച ജോണിന്റെ വർക്ക്ഷോപ്പിൽ നിന്ന് കരയുന്ന സൗണ്ട് കേൾക്കുകയാണ്. റോസ് മല പേടിച്ച് പൂച്ചയെ വിളിച്ച് അതിന്റെ അകത്തേക്ക് കയറാൻ നോക്കുമ്പോഴുണ്ടാകും ആ പൂച്ചയുടെ കണ്ണൊക്കെ ചുവന്ന് ഒരുമാതിരി കണ്ട പേടിയാകുന്ന രീതിയിലായിട്ടുണ്ടാകും. അത് കണ്ടപ്പാടെ പേടിച്ച് റോസ് നിലത്ത് വീഴുന്നു. പിന്നീട് എങ്ങനെയോ ഒരു വിധം അവർ വേഗം ഓടി വീടിനകത്തേക്ക് കയറി ഡോർ ലോക്ക് ചെയ്യുന്നു. ആ സമയം ആരോ ഡോറിന്റെ മറുവശത്ത് നിന്ന് ഡോർ തുറക്കാൻ വേണ്ടി അത് തള്ളുന്നുണ്ടാകും. റോസിനാണെങ്കിൽ എന്താ ചെയ്യേണ്ടതെന്നൊന്നും മനസ്സിലാകില്ല. അവർ പേടിച്ച് മുകളിലേക്ക് കയറും. അപ്പോഴത്തെ തറ മുഴുവനും ചോര ഒഴുകി വരുന്നു. റോസ് ആണെങ്കിൽ പേടിച്ചൊരു പരിവായിട്ടുണ്ടാകും. പിന്നെ കാണിക്കുന്നത് അവരുടെ വിൻഡോയിലൂടെ തെറിച്ച് താഴേക്ക് വീഴുന്ന റോസിനെയാണ്. അങ്ങനെ അവിടെ നിന്ന് കേട്ടായിട്ട് പിന്നെ കാണിക്കുന്നത് ഹോസ്പിറ്റലിലുള്ള റോസിനെ ആയിരിക്കും. അപ്പോഴേക്കും പോലീസൊക്കെ റോസിന്റെ വീട്ടിൽ എത്തിയിട്ടുണ്ടാകും. അതോടെ അവിടെ വന്നവർ ബ്രൂസിനോട് സാർ ഈ വീട്ടിൽ എന്തൊക്കെ പ്രശ്നമുണ്ടെന്ന് തോന്നുന്നു എന്ന്
എന്ന് പറയുന്നു. അങ്ങനെ അവിടുന്ന് കട്ടായിട്ട് ശേഷം ബ്രൂസ് ചർച്ചിൽ ഏഞ്ചലയുടെ അടുത്ത് പോയിട്ട് ഇങ്ങനെ റോസിന് സംഭവിച്ച കാര്യങ്ങളൊക്കെ പറയുകയാണ്. അത് കേട്ട ഏഞ്ചല ഞാനാണ് ഇതിനെല്ലാം കാരണം, എന്റെ സൈഡാണ് മുഴുവനും തെറ്റ്, ഞാനാണ് അവരുടെ ലൈഫൊക്കെ നശിപ്പിച്ചതെന്നൊക്കെ പറയുന്നു. അങ്ങനെയല്ല എന്ന് പറഞ്ഞ് ബ്രൂസ് അവളെ ആശ്വസിപ്പിക്കുന്നുണ്ട്. എന്നിട്ട് ഏതോ ഒരു നിമിഷത്തിൽ അവൻ അവളെ അറിയാതെ കിസ് ചെയ്തു പോകുന്നു. അത് വേറൊരു ഭാഗത്ത് നിന്ന് ചർച്ചിലെ ഫാദർ കാണുന്നുണ്ടാകും. ഫാദർ കണ്ടെന്ന് മനസ്സിലാക്കിയ ബ്രൂസ് ഒന്നും നോക്കാതെ അവിടെ നിന്ന് വേഗം ഇറങ്ങും. അവിടുന്ന് കട്ടായിട്ട് ശേഷം റോസിന് സംഭവിച്ച കാര്യങ്ങൾ അറിഞ്ഞ് അവരെ കാണാൻ ഹോസ്പിറ്റലിലേക്ക് പോവുകയാണ്. ആ സമയത്ത് അവിടെ കാനത്തും ബ്രൂസും ഫാദറും ഒക്കെ ഉണ്ടാകും. അവരോടായിട്ട് റോസിനെ ഉദ്ദേശിച്ചുകൊണ്ട് ഇനി മേലാൽ നിങ്ങൾ അവരോട് സംസാരിക്കരുത്, നിങ്ങൾ അവരെ ഓരോന്നും പറഞ്ഞ് വട്ടാക്കുകയാണ്, പ്ലീസ് ദയവ് ചെയ്ത് ഇവിടെ നിന്ന് പോയി തരാമോ എന്ന് പറയുന്നു. അങ്ങനെ അവർ തിരിച്ചു പോകുന്ന വഴി റോസിനെ പ്രൊട്ടക്ട് ചെയ്യാൻ നോക്കുകയാണെന്ന് കാനത്ത് അവരോട് പറയുകയാണ്. അവൻ പോലും അറിയാതെ ആ കൾട്ടിൽ അംഗമായി കൊണ്ടിരിക്കുകയാണ്. ഇതെല്ലാം സാത്താന്റെ പണിയാണ്, ജോണിന്റെ ഫാമിലിയിൽ സംഭവിച്ചതൊക്കെ നിങ്ങൾ കണ്ടതല്ലേ, ഇതുപോലെ നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കുമെന്ന് പറഞ്ഞ് ഫാദർ അവിടുന്ന് പോകുന്നു. ആ സമയം ബ്രൂസ് നോക്കുമ്പോൾ ഒരാൾ അവിടെ അവൻ കാണും. എന്നാൽ പിന്നെ നോക്കുമ്പോൾ അയാൾ അവിടെ കാണില്ല. ആരാ എന്താ എന്നൊന്നും അവന് മനസ്സിലാകുന്നില്ല. അങ്ങനെ ശേഷം ബ്രൂസ് വീട്ടിലെത്തുന്ന കറക്റ്റ് ടൈം ഫോൺ റിംഗ് ചെയ്യുന്നത് കേൾക്കുകയാണ്. കോൾ എടുത്തു നോക്കുമ്പോൾ കഴിഞ്ഞ തവണ പോലെ തന്നെ ഓപ്പോസിറ്റിലുള്ള ആൾ ഒന്നും പറയാതെ കോൾ കട്ട് ചെയ്തു. ആരാ ഇവരെന്തിനാ തന്നെ പിന്തുടരുന്നെന്ന് ബ്രൂസിന് മനസ്സിലാകില്ല. പിന്നീട് അവൻ ഉറങ്ങാൻ പോകുന്ന സമയത്ത് കഴിഞ്ഞ ദിവസം അവന്റെ വീട്ടിൽ വന്ന അതേ സ്ത്രീയും പിന്നെ അവരുടെ കൂടെ ജോർജും ഒരു ഹുഡിയൊക്കെ ധരിച്ചിട്ട് കാണുന്നു. കൂടാതെ വേറെയും ആൾക്കാരൊക്കെ അവിടെ ഉണ്ടാകും. അവരോട് എല്ലാവരോടും ബ്രൂസ് അവിടുന്ന് പോകാൻ വേണ്ടി പറയുകയാണ്. അത് കേട്ടവർ ഇത് നിന്റെ സ്ഥലമല്ല എന്നൊക്കെ പറഞ്ഞ് ഒരു പൂച്ചയെ കുരുതി കൊടുക്കുന്ന കാര്യങ്ങളൊക്കെ ചെയ്യുകയാണ്. അന്നേരം ആ സ്ത്രീ എന്തോ ഒന്ന് കൊടുത്തിട്ട് ബ്രൂസിനോട് അത് കുടിക്കാൻ വേണ്ടി പറയുന്നു. അപ്പൊ അവൻ ദേഷ്യത്തിൽ ഹലോ, ഞാൻ നിങ്ങളുടെ കൂട്ടത്തിൽ കൂടാൻ ആഗ്രഹിക്കുന്ന ആളല്ല എന്ന് പറഞ്ഞ് അവർക്ക് നേരെ തോക്ക് ചൂണ്ടുന്നു. പിന്നെ നോക്കുമ്പോൾ ഇതാ ചുറ്റും ആരും ഉണ്ടാകില്ല. ഇതെന്തൊക്കെ തനിക്ക് ചുറ്റിലും നടക്കുന്നതെന്ന് ബ്രൂസിന് ഒരു എത്തും പിടിയും കിട്ടില്ല. അങ്ങനെ അവിടുന്ന് കട്ടായിട്ട് പിറ്റേ ദിവസം സ്റ്റേഷനിലേക്ക് പോകുമ്പോൾ ആരൊക്കെ അവൻ ഒരുമാതിരി നിരീക്ഷിക്കുന്നത് പോലെ തോന്നി. തുടർന്ന് സ്റ്റേഷനിലെത്തിയ അവൻ കാണുക ജോർജിനെ ജയിലിൽ നിന്ന് റിലീസ് ചെയ്തതാണ്. കലിവന്ന ബ്രൂസ് അവനോട് ആരാ നിന്നെ റിലീസ് ചെയ്തതെന്ന് പറഞ്ഞുകൊണ്ട് ജോർജിനെ അടിക്കാൻ വേണ്ടി നോക്കുകയാണ്. അത് കണ്ട് അവിടെ ഉള്ളവരെല്ലാവരും കൂടി ബ്രൂസിനെ പിടിച്ചു മാറ്റുന്നു. ശേഷം ചീഫ് അവനോട് ജോർജ് പോളിഗ്രാഫ് ടെസ്റ്റ് 2 തവണ പാസ്സായിട്ടുണ്ട്, വേറെ തെളിവുകളും അവനെതിരെ ഇല്ല, അപ്പൊ പിന്നെ അവനെ റിലീസ് ചെയ്യുകയല്ലാതെ നമുക്ക് വേറെ ഓപ്ഷൻ ഇല്ല. അല്ലല്ല, അവൻ കള്ളം പറയുകയാണ്. അന്നേരം കാനത്ത് ഏഞ്ചലയുടെ മെഡിക്കൽ റിപ്പോർട്ട് വന്നിട്ടുണ്ടായിരുന്നു. അവളുടെ വയറിലുള്ള മുറിവ് അതത്ര വലിയ മുറിവൊന്നുമല്ല, അത് അവള് തന്നെ ചെയ്തതായിരിക്കും എന്ന് പറയുകയാണ്. ശേഷം ബ്രൂസ് ജോണിന്റെ അടുത്തേക്ക് പോകാൻ നോക്കുമ്പോൾ ആരോ 2 പേർ അവനെ ഫോളോ ചെയ്യുന്നുണ്ടാകും. അത് ആരാണെന്ന് മനസ്സിലാകില്ല. അങ്ങനെ ബ്രൂസ് ജോണിന്റെ അടുത്ത് പോയി എന്തുകൊണ്ടാ നീ തെറ്റ് ചെയ്തതെന്ന് സമ്മതിച്ചത്? എന്റെ മകൻ റോയ് ഒരു ഗേ ആയതുകൊണ്ട് ഞാനാണ് അവനെ വീട്ടിൽ നിന്ന് പുറത്താക്കിയത്. സത്യം പറഞ്ഞാൽ ആ കാര്യത്തിൽ എന്റെ ഭാഗത്താണ് തെറ്റ്, ഞാൻ ഒരിക്കലും അങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു. ഇപ്പോൾ ദാ ഏഞ്ചലിയും എന്നെ കുറ്റപ്പെടുത്താൻ തുടങ്ങി. ഞാനൊരു നല്ല മനുഷ്യനല്ല എന്ന് എനിക്ക് മനസ്സിലായി. ഇയാൾ ഇതെന്താ പരസ്പരം ബന്ധമില്ലാത്ത കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നതെന്ന് ബ്രൂസ് വിചാരിക്കുകയാണ്. അല്ല, നീ നിന്റെ മകനെ വീട്ടിൽ നിന്ന് പുറത്താക്കിയതിന്റെ കുറ്റബോധത്തിലാണോ നിന്റെ മകളെ അബ്യൂസ് ചെയ്തെന്നുള്ള കുറ്റം നീ ഏറ്റെടുത്തത്? അന്നേരം ജോൺ അതേന്ന് പറയുന്നു. അങ്ങനെ അവിടുന്ന് കേട്ടായിട്ട് പിന്നീട് ബാറിൽ പോയ സമയത്തായിരിക്കും അവിടെ റോഡിനരികിൽ ബ്രൂസ് ഒരു സംഭവം കണ്ട് ഞെട്ടുക. അതെന്താണെന്ന് വെച്ചാൽ ബ്രൂസ് ഇടയ്ക്കിടയ്ക്ക് കാണുന്ന ഒരു സ്ത്രീയില്ലേ, അവരുണ്ടാകും സൂപ്പിന്റെ ഏഡിന്റെ പോസ്റ്റർ. സംഭവം എന്താണെന്ന് വെച്ചാൽ ബ്രൂസ് എപ്പോഴും ഈ ഭാഗത്തൂടെയാണ് സ്റ്റേഷനിലേക്ക് പോകാറ്. അപ്പൊ സ്റ്റേഷനിൽ പോകുന്ന സമയത്തൊക്കെ ഇവൻ ഈ സ്ത്രീയുടെ പോസ്റ്റർ കാണാറുണ്ട്. അപ്പൊ അവന്റെ മൈൻഡ് ആ പോസ്റ്ററിലെ സ്ത്രീയുടെ ഫേസ് കാര്യമായിട്ട് ശ്രദ്ധിക്കാറില്ല. അത് ജസ്റ്റ് ഒരു പോസ്റ്റർ എന്ന രീതിയിൽ മാത്രമാണ് മൈൻഡ് കാണുള്ളൂ. ഈ കാര്യങ്ങളൊക്കെ നമ്മളുടെ വീക്ക് മെമ്മറിയിലാണ് സ്റ്റോർ ആവുക. ശരിക്കും പറഞ്ഞാൽ അന്ന് ബ്രൂസിന്റെ വീട്ടിൽ കുറച്ച് ഹുഡി ധരിച്ച പേര് വന്നിട്ടുണ്ടായിരുന്നില്ലേ? ഇൻഫാക്ട് അങ്ങനെ ആരും അവിടെ വന്നിട്ടില്ല, അതൊക്കെ അവന്റെ തോന്നലായിരുന്നു. ബ്രൂസ് ആണെങ്കിൽ കുറച്ച് ഡേയ്സ് ആയിട്ട് ഈ കേസിൽ ഒബ്സസ്ഡ് ആണ്. സോ ആഞ്ചല ഒരു സ്ത്രീയെ പറ്റി പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, ഇറ്റ്സ് ജസ്റ്റ് എ ഡ്രീം എന്ന് പറഞ്ഞ സ്ത്രീ, അതേ സ്ത്രീയാണ് തന്റെ മുമ്പിൽ വന്നതെന്ന് അവൻ വിചാരിച്ചു. അന്നേരം ആ സ്ത്രീയുടെ ഫേസ് കറക്റ്റ് മനസ്സിലാകാത്തത് കൊണ്ട് ബ്രൂസിന്റെ ആ മെമ്മറി ഗ്യാപ്പിൽ മൈൻഡ് ആ വീക്ക് മെമ്മറി ആഡ് ചെയ്തു. അതായത് നേരത്തെ വീക്ക് മെമ്മറിയിൽ മൈൻഡ് ആഡ് ആക്കിയ ആ ലേഡിയുടെ ഫേസ് അതേ മൈൻഡ് തന്നെ ആ മെമ്മറി ഗ്യാപ്പിൽ ആഡ് ചെയ്തു. ബട്ട് അത് ആ പോസ്റ്ററിൽ ഉള്ളതാണോ എന്നൊന്നും നമ്മൾക്കോ അവനോ മനസ്സിലാകില്ല. മൈൻഡ് ബിലീവ് ആക്കും ഇതാണ് ആ മിസ്റ്റീരിയസ് സ്ത്രീ എന്ന്. ഇതൊക്കെയാണ് അവന് ശരിക്കും സംഭവിച്ചത്. അങ്ങനെ അന്ന് രാത്രി വീട്ടിലേക്ക് വന്നതിന് ശേഷം ബ്രൂസ് ലൈറ്റ് ഓൺ ആക്കുകയാണ്. പക്ഷെ കറണ്ട് ഉണ്ടാകില്ല. അതേസമയം അവനെ ഫോളോ ചെയ്ത ആ 2 ആളുകളില്ലേ, അവർ വന്ന് ഇവനെ പൊതിരെ തല്ലുന്നു. ഇവനാണെങ്കിൽ ഇതൊക്കെ ആരാണെന്ന് മനസ്സിലാകുന്നില്ല. അപ്പൊ ബ്രൂസ് കയ്യിൽ കിട്ടി എന്തോ കൊണ്ട് അവന്മാരെ 2 പേരെയും അടിച്ചിട്ടിട്ട് വേഗം പോയി ഡ്രോയറിൽ നിന്ന് തോക്കെടുത്ത് അവർക്ക് നേരെ തോക്ക് ചൂണ്ടിയിട്ട് നീയൊക്കെ ഏതാ, മര്യാദക്ക് നിന്റെയൊക്കെ മോന്ത കാണിച്ചോ എന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തുന്നുണ്ടാകും. അത് മറ്റാരും ആയിരിക്കില്ല, ജോർജും ഫെറലും ആയിരിക്കും. ഇവന്മാർ ബ്രൂസിന് പിറകെ കൂടിയത് എന്തിനാണെന്ന് വെച്ചാൽ ജോർജിന് തെളിവൊന്നുമില്ലാത്ത ഒരു കേസിന്റെ പേരിൽ ബ്രൂസ് പിടിച്ച് ജയിലിൽ അടച്ചത് തുടർന്ന് അവന് നാട്ടിലിറങ്ങി നടക്കാൻ പറ്റാത്ത അവസ്ഥയായി. അപ്പൊ അതിന് കാരണക്കാരനായ ബ്രൂസിനെ ഒന്ന് ടൈം കിട്ടുമ്പോൾ പെരുമാറാനാണ് ഇവർ ബ്രൂസിനെ ഫോളോ ചെയ്തത്. ഞാൻ എന്തായാലും ഈ കാര്യം റിപ്പോർട്ട് ചെയ്യുന്നില്ല, പകരം എനിക്ക് ആ കൾട്ടിനെ പറ്റിയുള്ള എല്ലാ കാര്യങ്ങളും ഇപ്പം ഇവിടെ വെച്ച് പറഞ്ഞു തരണം. അതിന് ജോർജ് ബ്രൂസിനോട് എന്തൊക്കെയോ പറയുന്നു, അതെന്താണെന്ന് അറിയില്ല. ശേഷം അവൻ ചർച്ചിൽ പോയിട്ട് ഫാദറിനോട് കേസ് സോൾവ് ആക്കി, എനിക്ക് ആഞ്ചലി ഒന്ന് കാണണമായിരുന്നു, അവളെ ഒന്ന് വിളിക്കാമോ എന്ന് പറയുന്നു. ശേഷം ഫാദർ അവളെ വിളിച്ചുകൊണ്ടുവരുന്നു. നീയാണല്ലേ ഇതിന്റെ എല്ലാം പിന്നിൽ? അന്ന് എന്നെ 2-3 തവണ ഫോണിൽ വിളിച്ചത് നീ ആയിരുന്നില്ലേ? ആ കൾട്ടിലുള്ളവരാണെന്ന് എന്നെ വിശ്വസിപ്പിക്കാൻ
വേണ്ടി? വാട്ട്? ഞാൻ അങ്ങനെയൊന്നും ചെയ്തില്ല. മതിയാക്കിക്കോ നിന്റെ നാടകം. ജോർജ് എല്ലാം എന്നോട് പറഞ്ഞു. നീ നിന്റെ ഫാമിലി അത്രക്കും വെറുക്കുന്നുണ്ട്. കൂടാതെ നിന്റെ അമ്മ നിന്റെ അച്ഛൻ കാരണം സൂസൈഡ് ചെയ്തു. നിന്റെ അമ്മയുടെ ലൈഫ് എങ്ങനെയായിരുന്നു എന്നും അവർ എത്രമാത്രം അനുഭവിച്ചിട്ടുണ്ട് എന്നും നീ കണ്ടതാണ്. ആ വീട്ടിൽ തന്നെ നിന്നാൽ നിന്റെ അമ്മയുടെ വിധി നിനക്കും വരുമോ എന്ന് നീ പേടിച്ചു. അത് കഴിഞ്ഞ് നീ ഈ നാട്ടിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി ജോർജുമായിട്ട് റിലേഷൻഷിപ്പിലായി. പക്ഷെ നീ ഒരു മൈനർ ആയതുകൊണ്ടും നിന്നെ എവിടെയും കൂട്ടിപ്പോകാൻ പറ്റാത്തത് കൊണ്ടും ജോർജ് നിന്നെ ഉപേക്ഷിച്ചു എന്നൊക്കെ മാറി മാറി ബ്രൂസ് പറയുന്നു. ബ്രൂസിന്റെ പെരുമാറ്റം കണ്ട് ഫാദറിന് പേടിയാകും. എടോ, അവളുടെ അച്ഛൻ അവൾ എന്തൊക്കെ ചെയ്തതെന്ന് നമ്മളോട് അവൾ ഓൾറെഡി പറഞ്ഞതല്ലേ എന്നൊക്കെ പറഞ്ഞ് പുള്ളി ദേഷ്യപ്പെടുന്നു. അന്നേരം ബ്രൂസ് എനിക്ക് നിങ്ങളോട് ഒരു കാര്യം പറയാനുണ്ടെന്ന് പറഞ്ഞ് ഫാദറിനെയും കൂട്ടി ഒരു റൂമിൽ പോയിട്ട് തഞ്ചത്തിൽ ആളെ ആ റൂമിനകത്തേക്ക് ആക്കിയിട്ട് പൂട്ടും. ഫാദർ അവിടെ നിന്ന് കഴിഞ്ഞാൽ മര്യാദയ്ക്ക് ആഞ്ചലോട് സംസാരിക്കാൻ പറ്റില്ല എന്ന് മനസ്സിലാക്കിയത് കൊണ്ട് ശേഷം നീ വേറെ വഴിയില്ലാത്തത് കൊണ്ടും നിന്നെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയും നിന്റെ ഫാമിലിക്ക് എതിരെ നിൽക്കാനും വേണ്ടിയാണ് നീ എന്നെ മാനിപ്പുലേറ്റ് ചെയ്ത് നിന്റെ വശത്താക്കിയത്. ഇത്ര നാളും കള്ളം പറഞ്ഞ് എന്നെ നീ പറ്റിക്കുകയല്ലേ ചെയ്തത്? അപ്പോഴായിരിക്കും ആഞ്ചല താൻ ഇത്ര കാലം പറഞ്ഞ സാത്താനിക് റിച്വൽസ് ഒക്കെ വെറും കെട്ടുകഥകളാണെന്ന് പറയുക. ഇനിയിപ്പോ താൻ ഇത് ആരോടെങ്കിലും പറയാൻ മുതിർന്നാൽ അന്ന് താൻ എന്റെ അനുവാദമില്ലാതെ എന്നെ കിസ് ചെയ്തില്ലേ ചർച്ചിൽ വെച്ച്? ആ കാര്യങ്ങളൊക്കെ ഞാൻ എല്ലാവരോടും പറയുമെന്ന് അവൾ പറയുന്നു. കൂടാതെ ബ്രൂസ് ഇവളെ കിസ് ചെയ്യുന്നത് ഫാദറും കണ്ടിട്ടുണ്ടായിരുന്നല്ലോ. ഓരാഞ്ഞും മൈനറും കൂടിയാണല്ലോ അവൾ. അങ്ങനെയാകുമ്പോൾ ഇതൊക്കെ കൂടി അവസാനം ഇവന്റെ തലയിൽ തന്നെ വരും. അതോടെ തനിക്ക് വേറെ വഴിയില്ല എന്ന് അവന് മനസ്സിലാകുന്നു. സംഭവം ഏഞ്ചലിനെ എങ്ങനെയെങ്കിലും ആ വീട്ടിൽ നിന്ന് പോകണമെന്നേ ഉള്ളൂ. അവൾ ജോണിനെ അത്രക്കും വെറുക്കുന്നുണ്ട്. കാരണം ജോൺ പണ്ട് ആൽക്കഹോളിക് ആയതുകൊണ്ട് തന്നെ എപ്പോഴും വഴക്കും ബഹളവും എല്ലാരെയും കൺട്രോൾ ചെയ്ത് വെക്കലായിരുന്നു. അവസാനം സഹി കെട്ടി എമിലി സൂസൈഡ് ചെയ്തു. റോസ് ആണെങ്കിൽ ഒട്ടും ഭേദമല്ല. എപ്പം നോക്കിയാലും കൂടി തന്നെ. അവരുടെ ആ ഫാമിലി തന്നെ ഒരു ബ്രോക്കൺ എൻവയറമെന്റിലാണ്. അവിടെ നിന്നാൽ തന്റെ അമ്മയുടെ വിധി തനിക്കും വരുമോ എന്നുള്ള പേടി അവൾക്കുണ്ടായി. എങ്ങനെയെങ്കിലും അവിടെ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയാണ് ജോർജ് ആയിട്ട് അവൾ റിലേഷൻഷിപ്പിലായത്. ബട്ട് അവൾ മൈനർ ആയതുകൊണ്ട് തന്നെ അവളെയും കൂട്ടി ഒളിച്ചോടാനാകില്ല എന്ന് ജോർജ് പറഞ്ഞു. അതുകൊണ്ടാണ് അവൾ ജോർജിന്റെ പേര് അവൾ അബ്യൂസ് ചെയ്തവരിൽ പറഞ്ഞത്. ഓൾറെഡി ആ നാട്ടിൽ മറ്റേ ആ എസ്കൂപ്പർ എഴുതിയ ബുക്ക് ഇറങ്ങിയതിനു ശേഷം സാത്താനെ വേർഷിപ്പ് ആക്കുന്നുണ്ടെന്നും സാത്താൻ നമുക്ക് ചുറ്റിലും ഉണ്ടെന്ന ഭീതി ആ നാട്ടുകാർക്കിടയിൽ ഉണ്ടായിരുന്നു. ആ ബുക്ക് വായിച്ചിട്ടാണ് ആ സാത്താനി കൾട്ടിനെ കുറിച്ചുള്ള സ്റ്റോറി ആഞ്ചല പറഞ്ഞത്. പ്ലസ് ജോണിനെ വെറുക്കുന്നത് കൊണ്ട് തന്നെ ജോണിനിട്ട് ഒരു പണി കൊടുക്കാനും താൻ വിക്ടിമാണെന്ന് പറഞ്ഞിട്ട് സിമ്പതി പിടിച്ച് പറ്റിയാൽ പിന്നെ തന്റെ കാര്യങ്ങളൊക്കെ ചർച്ച ഏറ്റെടുക്കുമെന്ന് അവൾക്ക് ഉറപ്പായത് കൊണ്ടാണ് അവൾ ആദ്യം ഫാദറിനോട് പോയിട്ട് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞത്. ആൻഡ് ഫാദർ ഇപ്പോഴും ഇവളീ പറയുന്നതെല്ലാം സത്യമാണെന്ന് വിചാരിച്ചിരിക്കുകയാണ്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഏഞ്ചല ന്യൂസ് ചാനലൊക്കെ നമ്മൾക്ക് ചുറ്റിൽ സാത്താൻ സേവ നടക്കുന്നുണ്ടൊക്കെ പറഞ്ഞ് ഇന്റർവ്യൂ കൊടുക്കുന്നുണ്ടാകും. ആളുകളെല്ലാം അവൾ പറഞ്ഞത് അതുപടി വിശ്വസിക്കുകയും ചെയ്തു. അങ്ങനെ അവിടുന്ന് കട്ടായിട്ട് അടുത്ത ഷോട്ടിൽ ബ്രൂസ് ജോണിന്റെ അടുത്ത് പോയിട്ട് ഏഞ്ചല പറഞ്ഞ കാര്യങ്ങളെല്ലാം കള്ളമായിരുന്നു എന്ന് പറയുന്നു. പക്ഷെ എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. അവൾ കള്ളം പറഞ്ഞതാണെങ്കിൽ പിന്നെ എന്തുകൊണ്ട് നിങ്ങൾ എന്നെ അന്ന് ഹിപ്നോട്ടൈസ് ചെയ്തപ്പോൾ ഞാൻ പല കാര്യങ്ങളും കണ്ടു. കൂടാതെ എന്റെ അമ്മ റോയി അവരൊക്കെ ഓരോന്നും കണ്ടതോ? അതെന്താ? ജോൺ നോക്ക്, നമ്മൾ ശരിക്കും നിങ്ങളെ കൊണ്ട് അങ്ങനെ ഒരു സംഭവം നടന്നിട്ടുള്ള രീതിയിലാണല്ലോ സംസാരിച്ചത്. ഞങ്ങൾ അത് റിപ്പീറ്റ് ആയിട്ട് പറഞ്ഞത് കൊണ്ട് തന്നെ അങ്ങനെ ഒരു കാര്യം റിയൽ ആയിട്ട് നടന്നതുപോലെ നിന്റെ ബ്രെയിൻ ബിലീവ് ചെയ്തു. ശരിക്കും അതാണ് ഇവിടെ സംഭവിച്ചത്. അല്ലാതെ അങ്ങനെ ഒരു കാര്യം നടന്നിട്ടില്ല. അതുകൊണ്ടാണ് നിങ്ങൾ പേടിച്ചത്. അല്ലാതെ അതിന്റെ പിറകിൽ ഒരു ഭൂതമോ പിശാചോ ഒന്നുമല്ല എന്ന് ബ്രൂസ് മനസ്സിലാക്കി കൊടുക്കുന്നു. ഞാൻ എന്തായാലും ലോയറിനോട് നിന്റെ കാര്യം സംസാരിച്ചിട്ടുണ്ട്. പിന്നെ എന്തായാലും നിനക്കെതിരെ വേറെ എവിഡൻസ് ഒന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ കോടതിക്ക് നിന്നെ ശിക്ഷിക്കാനാകില്ല. ഇനി പേടിക്കേണ്ടത് അവള് മാത്രം, കള്ളം പറഞ്ഞ ഏഞ്ചല. അപ്പൊ ജോൺ വേണ്ട അവളെ വെറുതെ വിട്ടേക്ക്. ഞാനാണ് അവളെ ഇങ്ങനെ ഒരു അവസ്ഥയിലാക്കിയത്. അവളുടെ സ്വഭാവം ഇങ്ങനെ ആയി പോയത് എന്റെ തെറ്റുകൊണ്ടാണ്. അതുകൊണ്ട് ഞാൻ ഈ തെറ്റിന്റെ പണിഷ്മെന്റ് അനുഭവിക്കണം. സോ അവളെ അബ്യൂസ് ചെയ്തിട്ടുണ്ടെന്ന് ഞാൻ അഡ്മിറ്റ് ചെയ്തോളാം എന്ന് പറയുന്നു. പക്ഷെ ജോൺ അങ്ങനെയാണെങ്കിൽ നിനക്ക് 5 വർഷം വരെ ശിക്ഷ കിട്ടിയേക്കാം. സാർ അത് കുഴപ്പമില്ല. ഏതായാലും ഏഞ്ചലെ ഇതിൽ നിന്ന് വിട്ടേക്ക്. എപ്പോഴെങ്കിലും ഞാൻ അവളെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയാണ് ഈ തെറ്റെല്ലാം ഏറ്റെടുത്തതെന്ന് അവൾ മനസ്സിലാക്കും. അന്ന് ചിലപ്പോൾ അവൾക്ക് എന്നോടുള്ള വെറുപ്പ് കുറഞ്ഞേക്കാം. എനിക്ക് അത്രമാത്രം മതി എന്ന് ജോണിന്റെ ഭാഗം കേട്ടതിന് ശേഷം ബ്രൂസ് അതിന് സമ്മതിക്കുന്നു. ഇവിടെ വെച്ച് ഈ സിനിമ കഴിയും. എങ്ങനെയുണ്ട് മൂവി? ഈ മൂവിയിൽ കണ്ട എല്ലാ സ്കേറി സീൻസും അവർക്ക് വന്ന ഫോൾസ് മെമ്മറീസ് ആണ്. അതായത് നടക്കാത്ത ഒരു കാര്യം നടന്നുവെന്ന് നമ്മൾ ഓർത്തു വെക്കുന്നതാണ് ഈ ഫോൾസ് മെമ്മറി. നിങ്ങൾക്ക് മനസ്സിലായോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല. എന്തായാലും ഞാൻ ഒരു എക്സാമ്പിൾ പറഞ്ഞു തരാം. നിങ്ങളുടെ ഒരു ഫ്രണ്ട് പറയുകയാണ് ലാസ്റ്റ് ഇയർ നമ്മൾ ബീച്ചിൽ പോയില്ലേ എന്ന്. അത് കേട്ട് ശരിക്കും നിങ്ങൾക്ക് പോയോ അതോ ഇല്ലയോ എന്നുള്ള ഡൗട്ട് വരും. സ്ലോലി നിങ്ങളുടെ ബ്രെയിൻ അത് നടന്നതായി ഇമാജിൻ ചെയ്യാൻ തുടങ്ങും. കുറച്ച് നാൾ കഴിഞ്ഞ് നിങ്ങൾക്ക് തന്നെ ഷുവർ ആകും യെസ് ഇറ്റ് ഹാപ്പൻഡ്. ഇത് തന്നെയാണ് ഇവിടെയും നടന്നത്. ജോണിന് താൻ കാരണമാണ് തന്റെ ഫാമിലി തകർന്നതെന്നുള്ള കുറ്റബോധമുണ്ട്. മദ്യപാനം കാരണം ഭാര്യ ഉപദ്രവിക്കുകയും കുടുംബത്തിന്റെ സമാധാനം കെടുത്തുകയും അങ്ങനെ ഓരോന്നും ജോൺ ചെയ്തു. കൂടാതെ തന്റെ മകളെ അബ്യൂസ് ചെയ്തു എന്ന് പോലീസ് ചോദിച്ച സമയത്ത് ഇതിന്റെയൊക്കെ കുറ്റബോധം ഉള്ളത് കൊണ്ട് തന്നെ അവന് തന്നെ അറിയില്ല കുടിച്ച സമയത്ത് അവൻ ആഞ്ചലയെ അബ്യൂസ് ചെയ്തോ ഇല്ലയോ എന്ന്. അവന്റെ മൈൻഡ് കൺഫ്യൂസ്ഡ് ആയി ഫോൾസ് മെമ്മറിയിലേക്ക് എത്തി. താൻ ചെയ്തില്ല എന്ന രീതിയിൽ സ്റ്റേഷനിൽ വിളിപ്പിച്ച സമയത്ത് പറഞ്ഞു. കാനത്തും ബ്രൂസും ഇതേ ക്വസ്റ്റ്യൻ തന്നെയായിരുന്നു ഹിപ്നോട്ടൈസ് ചെയ്യുന്ന സമയത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നത്. പ്ലസ് ഏഞ്ചൽ അന്ന് നടന്ന റിച്വൽസും അവളെ ഉപദ്രവിച്ച കാര്യങ്ങളൊക്കെ കംപ്ലൈന്റ് ലെറ്റർ ആയിട്ട് എഴുതിയിട്ടുണ്ടായിരുന്നല്ലോ. ആ ലെറ്റർ ജോണിനെ ഹിപ്നോട്ടൈസ് ചെയ്യുന്ന സമയത്ത് ബ്രൂസ് വായിച്ചിട്ടുണ്ടായിരുന്നു. സോ ഗ്രാജുവലി അവൻ അത് നടന്നതായിട്ട് ഇമാജിൻ ചെയ്തു. പിന്നെ സത്യം ബ്രൂസ് പറഞ്ഞപ്പോഴാണ് അതിന്റെയൊക്കെ പ്രായശ്ചിത്തം എന്നോണം ജോൺ താൻ ശിക്ഷ ഏറ്റെടുക്കാൻ റെഡിയാണെന്ന് പറഞ്ഞത്. റോസിന്റെ സിറ്റുവേഷനും സെയിം തന്നെ. നാട്ടിലെല്ലായിടത്തും ആ കൾട്ടിനെ പറ്റിയുള്ള ന്യൂസ് വരാൻ തുടങ്ങി. സോ ആ
സ്ത്രീയും ഇത് തന്നെ ആലോചിച്ച് ഇല്ലാത്ത കാര്യങ്ങൾ ഇമാജിൻ ചെയ്യാൻ തുടങ്ങി. പിന്നീട് അത് റിയൽ ആണെന്ന് വിശ്വസിച്ചു. ഈ മൂവിയും ഇതിലെ എസ് കൂപ്പർ എഴുതിയ ഇൻ സാത്താൻസ് നെയിം എന്ന ബുക്കും 1980 റിലീസായ മിഷേൽ റിമെമ്പേഴ്സ് എന്ന് പറഞ്ഞ ബുക്കിനെ ഇൻസ്പയർഡ് ആക്കി എടുത്തതാണ്. മിഷേൽ എന്ന് പറഞ്ഞ പെൺകുട്ടിയുടെ ലൈഫിൽ നടന്ന സംഭവങ്ങളാണ് ഈ ബുക്കിൽ പറഞ്ഞിട്ടുള്ളത്. മിഷേൽ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ 1954 കാനഡയിലെ വിക്ടോറിയയിൽ വെച്ച് അവളുടെ അമ്മ അവൾക്ക് 5 വയസ്സുള്ളപ്പോൾ സാത്താനെ വേർഷിപ്പ് ചെയ്യുന്ന കൾട്ടിലേക്ക് അവളെ കൊടുത്തിട്ടുണ്ടായിരുന്നു എന്നാണ്. അവിടുന്ന് 81 ദിവസം അവളെ ഈ കൾട്ടിലുള്ളവർ ടോർച്ചേർഡ് ആക്കി. കൂടാതെ അത്രയും പേടിപ്പിക്കുന്ന കാര്യങ്ങളായിരുന്നു അന്ന് അവൾ കണ്ടത്. കണ്ടാൽ അറപ്പ് തോന്നിക്കുന്ന വിധം, ലൈക്ക് ആളുകളെ കുരുതി കൊടുത്ത് കൊല്ലുക, അങ്ങനെയൊക്കെ. ഫീസ്റ്റ് ഓഫ് ബീസ്റ്റ് എന്നായിരുന്നു 81 ദിവസം ഉണ്ടായ ആ റിച്വൽസിനെ ആ കൾട്ടിലുള്ളവർ വിളിച്ചത്. ഈ ബുക്ക് റിലീസായ 80കളിൽ ആ നാട്ടുകാർ വല്ലാതെ പാനിക് ആയിരുന്നു. ഇങ്ങനെയൊക്കെ റിയൽ ആയിട്ട് നടക്കുന്നുണ്ടോ എന്നൊക്കെ പേടിച്ച്. ഇതൊക്കെ റിയൽ ആണോ, ഇതൊക്കെ ശരിക്കും നടക്കുന്നുണ്ടോ എന്ന് അറിയാൻ അന്നത്തെ പോലീസ് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്തിട്ടും ഒരു എവിഡൻസും അവർക്ക് കിട്ടിയിട്ടില്ല. മിഷേലിന്റെ പേരൻസിനോട് ചോദിച്ചപ്പോൾ അവർ അങ്ങനെ ഒരു റിച്വൽസ് നടന്നിട്ടില്ല എന്നാണ് പറഞ്ഞത്. എക്സ്പേർട്സ് പറഞ്ഞത് മിഷേലിന് വല്ല ഫോൾസ് മെമ്മറി സംഭവിച്ചിട്ടുണ്ടാകുമെന്ന. വേറൊരു അൾട്ടിമേറ്റ് കാര്യം എന്താണെന്ന് വെച്ചാൽ മിഷേലിനെ ട്രീറ്റ് ആക്കാൻ വന്ന സൈക്യാട്രിസ്റ്റ് ലോറൻസ് പാസ്റ്റർ ആണ് അവളെ പിന്നീട് മാരേജ് ചെയ്തത്. ഇഫ് ഐ ആം ബീങ് ഹോണസ്റ്റ്, അത് ഹൈലി അൺഎത്തിക്കൽ ആണ്. ഇവർ രണ്ടുപേരും ചേർന്നാണ് മിഷേൽ റിമെമ്പേഴ്സ് എന്ന് പറഞ്ഞ് ഈ ബുക്ക് എഴുതിയത്. നിങ്ങൾക്ക് എന്താ തോന്നുന്നേ? അവൾ പറഞ്ഞതൊക്കെ ശരിയായിരിക്കുമോ? അപ്പൊ ഈ സിനിമയെ കുറിച്ചുള്ള അഭിപ്രായം നിങ്ങൾ കമന്റിൽ അറിയിക്കുക. ഞാൻ മറ്റൊരു ദിവസം മറ്റൊരു മൂവി ആയിട്ട് വരാം.